ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا صدق الله العلي അല്ലാഹുവിന്റെ ദീനിലെ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സഹോദരികൾ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും മുറുകെ പിടിച്ച് തഖ്വയോടുകൂടി ജീവിച്ച് അള്ളാഹുവിന്റെ പ്രീതി, അതായത് ശാശ്വതമായ സ്വർഗത്തിൽ തന്നെ മഹാരഥന്മാരായ ആളുകൾ സലഫു സാലികളൊക്കെ അണിചേരുന്ന ജന്നാത്തിൽ ഫിർദൗസ്, അത് തന്നെ നേടിയെടുക്കുന്ന കാര്യത്തിൽ തികഞ്ഞ സൂക്ഷ്മത പുലർത്തണമെന്ന് ആദ്യം എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ വിദ്യാഭ്യാസ ക്രമം എന്ന് പറയുന്നത് മുച്ചൂടും ഭൗതികമായ ജീവിതത്തെ വളരെ വലിയ ശതമാനം 90-99 എന്നൊക്കെ പറയാവുന്ന അത്ര പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് മുഴുവൻ സംവിധാനങ്ങളും ഒരുക്കി വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ജീവിതം ഇവിടെ അവസാനിക്കാനുള്ളതാണ്, അവസാനിക്കുമെന്ന് ഉറപ്പുള്ള ആളുകളാണ്. അതിൻ്റെ അപ്പുറം ഒരു ജീവിതത്തെക്കുറിച്ച് പറയുന്നത് പോലും അബദ്ധമാണ്, വിഡ്ഢിത്തമാണ്, അതിനൊരർത്ഥവുമില്ല എന്ന് വിചാരിക്കുന്ന ആളുകളാണ്. അല്ലെങ്കിൽ അത്തരം ഒരു ഇസത്തിന്റെ കീഴിലാണ്, ഇസങ്ങളുടെ കീഴിലാണ് നമ്മുടെ മുഴുവൻ വിദ്യാഭ്യാസ ക്രമവും എന്നോണം ഇന്ന് നിലകൊള്ളുന്നു. അപവാദം പറയാവുന്ന ഏതാനും മദ്രസ അല്ലെങ്കിൽ അതുപോലുള്ള ഏതാനും സംവിധാനങ്ങൾ ഉണ്ട് എന്നത് കഴിച്ചാൽ ബാക്കിയുള്ളതൊക്കെ അങ്ങനെ തന്നെയാണ്. പുതിയ ക്യാമ്പസുകൾ തേടി നമ്മുടെ പിഞ്ചോമനകൾ ഉൾപ്പെടെ, മുതിർന്ന മക്കൾ ഉൾപ്പെടെ അന്വേഷണവും ഓടിപ്പാച്ചിലും അതിനുവേണ്ടി സാമ്പത്തിക ശേഖരണവും ഫീസടക്കലും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം സന്ദർഭത്തിൽ
എൻ്റെ മകൻ, ഞാൻ വളർത്തിക്കൊണ്ടിരിക്കുന്ന ചെറുതാവട്ടെ വലുതാവട്ടെ മക്കൾ ഏതൊരു സാഹചര്യത്തിൽ എവിടെ പോയി ജീവിച്ചാലും ഒരബദ്ധവും അവർക്ക് പിണയുകയില്ല, ഒരപകടവും അവർക്ക് ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പാക്കാൻ സാധിക്കുന്ന ഒരു തരത്തിലുള്ള ജീവിതമാണ് ഞാൻ നയിക്കുന്നത് എന്ന് ഇത്തരം ക്യാമ്പസുകളിലേക്കൊക്കെ മക്കളെ പറഞ്ഞയക്കുന്നത് ഈ ഒരു ഉറപ്പ് ഉള്ള ഒരവസ്ഥയിലാണോ എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ നാശത്തിന്റെ വളരെ വലിയ ഉത്തരവാദിത്വം, ഒന്നാമത്തെ ഉത്തരവാദിത്വം തന്നെ നമ്മുടെ പേരിലാണ് വന്നു പതിക്കുക. നമ്മൾ എത്ര നന്നായി ജീവിച്ചാലും, എത്ര ദിക്ർ ദുആകളൊക്കെ നടത്തി രാവും പകലും ഇബാദത്തില് അതിലെങ്ങനെ ലയിച്ചു ചേർന്നാൽ പോലും അൻഫുസകും വഅഹ്ലീകുമെന്ന് ചേർത്ത് വെച്ച, സ്വന്തം തടിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് വെച്ച അഹ്ലുകാരുടെ കാര്യത്തിൽ നരകത്തിൽ പോവേണ്ടി വരുമെന്ന് മാത്രമല്ല, വളരെയധികം വലിയ ശാപം ആയി അത് മാറും. അത് ഏറ്റവും വലിയൊരു പരീക്ഷണമാണ്. സ്വർഗവും നരകവുമാണ് നമ്മളുടെ കുടുംബം, നമ്മുടെ സന്താനങ്ങൾ, ഭാര്യ, ഇണകൾ, ഭർത്താവ് എന്നൊക്കെ പറയും. ഇത്തരം കാര്യങ്ങൾ ഉറപ്പുവരുത്തുവാൻ എന്ത് തന്നെ നഷ്ടപ്പെടുത്തേണ്ടി വന്നാലും അത് നഷ്ടപ്പെടുത്തും ഞാൻ എന്നതാണ് ഹജ്ജും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും മുഴുവൻ പ്രവാചകന്മാരും നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മളോ എന്ത് തന്നെ നഷ്ടപ്പെട്ടാലും ഇന്ന കോഴ്സ്, ഇന്ന സംഗതി നേടിയിരിക്കണം എൻ്റെ മകൻ, കാരണം ജ്യേഷ്ഠന്റെ മകന് നേടിയിട്ടുണ്ട്, അയൽവാസിയുടെ മക്കൾ അതൊക്കെ നേടിയവരാണ്, സുഹൃത്തുക്കൾക്കൊക്കെ ഇടയിലൊന്ന് തല ഉയർത്തി പറയണമെങ്കിൽ ഇന്ന കോഴ്സുകളൊക്കെ ഉണ്ടെങ്കിലേ അത് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അത് വലുതായി കണ്ട് അവസാനം എന്തായി മാറി? മകൻ നല്ല ക്യാമ്പസുകളിൽ എത്തിപ്പെട്ടു, പക്ഷെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അവിടെയുള്ള ഒഴുക്കിൽ അവൻ നീന്തിപ്പോയി. പിന്നെ രക്ഷയില്ലാത്ത ഒഴുക്കാണ് പലതും. പിന്നെ തിരിച്ചു കയറാൻ പറ്റാത്ത ഒഴുക്കുകളാണ് അധികം ഒഴുക്കുകൾ. ആ ഒഴുക്കിലേക്ക് എത്താതെ സൂക്ഷിക്കേണ്ടിയിരുന്നു, പക്ഷെ സാധിച്ചില്ല. ഇത് മതി നമ്മുടെ നാശത്തിന് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അതീവ ഗൗരവത്തോടു കൂടിയിട്ടാണ് ഇത്തരം സന്ദർഭത്തിൽ നമ്മൾ കാര്യങ്ങളെ നീക്കേണ്ടത്. അത് സ്വന്തം മക്കളുടെ കാര്യം മാത്രമല്ല, സമൂഹത്തിലെ ആരുടെയും ജാതിയും മതഭേദമെന്നെ ഓരോ മനുഷ്യനും അള്ളാഹുവിന്റെ കുടുംബമാണ്. അൽ ഖൽഖു ഖിയാലുള്ള അള്ളാഹുവിന്റെ കുടുംബമാണ്. അവരൊക്കെ എൻ്റെ സഹോദരങ്ങളാണ്. അതുകൊണ്ട് അവരെ വിമോചിപ്പിച്ച് രക്ഷപ്പെടുത്തുക ശാശ്വതമായ ലോകത്തേക്ക്. ഇതിവിടെ അവസാനിക്കില്ല. ഇത് ജീവിതത്തിന്റെ അവസാനമല്ല മരണം, മറിച്ച് യഥാർത്ഥ ജീവിതത്തിന്റെ ആരംഭമാണ്. രണ്ട് വൈരുദ്ധ്യങ്ങളാണ്. ഒന്നിവിടെ അവസാനിക്കുന്നു എന്ന് വിചാരിക്കുന്നവരുടെ വിദ്യാഭ്യാസ ക്രമമാണ് എങ്കിൽ, മറ്റേതോ അവസാനിക്കില്ല എന്നതല്ല. യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് തന്നെ മരണത്തോടു കൂടിയിട്ടാണ്. സ്വർഗമാണോ നരകമാണോ? ഈ രണ്ട് വൈരുദ്ധ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഞാനും നിങ്ങളും എവിടെ നിൽക്കുന്നു എന്നത് വളരെ ഗൗരവത്തോടു കൂടി കാണാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടത്. മകന്റെ കാര്യത്തിൽ അവന് ഇഷ്ടപ്പെടുകയില്ല പല സന്ദർഭങ്ങളും, പല കാര്യങ്ങളും, പല ക്യാമ്പസുകളും. പക്ഷെ ആ ഇഷ്ടപ്പെടാത്ത മകന് നിന്നുകൊടുത്തുകൊണ്ട് ആത്മഹത്യാപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പോവുക, ഒന്നിനും നിർബന്ധിക്കേണ്ട എന്നത് സംഗതി ശരി തന്നെയാണ്. പക്ഷേ ചില കാര്യങ്ങളിൽ അടിക്കാനുള്ള പറഞ്ഞു, നിർബന്ധിക്കുക മാത്രമല്ല, ചെയ്തിട്ടില്ലെങ്കിൽ അടിക്കാനും അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം അത്രയും ഗൗരവമുള്ള വിഷയം. അതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഗൗരവമുള്ള വിഷയം ഗൗരവത്തോടു കൂടി തന്നെ കൈകാര്യം ചെയ്യുന്നിടത്ത് രക്ഷിതാക്കൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. മക്കൾക്ക് പലതും പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി കിടത്താനും ബോധ്യപ്പെടുത്താനും ഒക്കെ സാധിക്കും. പക്ഷേ ആ ബോധ്യം എൻ്റെ മകൻ ഒരിക്കലും കളവ് പറയാത്തവനാണ്, സത്യം മാത്രം പറയുന്നവനാണ് എന്ന് ഉറപ്പുവരുത്താത്തവരാണ് എങ്കിൽ അവൻ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കളവ് അവൻ ആവർത്തിക്കുകയും അവൻ നമ്മളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് നമ്മളെ ഉൾപ്പെടെ നരകത്തിലേക്ക് നയിക്കുകയും ചെയ്യും. സ്വാഭാവികമാണ്.
അതുകൊണ്ട് കൊച്ചുനാളിലെ ജനിക്കുന്നതിന് മുമ്പേ തുടങ്ങേണ്ടതാണ് ആദർശബോധം. കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ആലോചിക്കണം, എന്റെ മക്കളെ പ്രസവിക്കേണ്ടവൾ നല്ല ദീനുള്ളവളായിരിക്കണം. നല്ല ദീൻ അടിവരയിടേണ്ടതാ, നല്ല ദീൻ. ഏതോ സമുദായത്തിന്റെ അകത്തുപെട്ട് സാധ്യതയുള്ള ദീനല്ല. നിങ്ങൾ നമ്മളെ കൂടെയൊക്കെ വന്നിട്ട് പിന്നെ സാധ്യത ഉണ്ടായേക്കും എന്ന് കരുതാൻ ഹിദായത്ത് നമ്മളുടെ കയ്യിലല്ല. അത് അള്ളാഹു കൊടുത്തെങ്കിൽ മാത്രമേ കിട്ടൂ. ഹിദായത്തുണ്ട്, എന്റെ എല്ലാ നോട്ടത്തിലും ആദർശമുണ്ട്. ആദർശ മൂല്യം ഉയർത്തിപ്പിടിക്കുന്നവനാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് വിവാഹത്തിന് മുമ്പ്. അങ്ങനെ ഒരാൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു, 4-ൽ 3 അവൻ പൂർത്തിയാക്കി, ദീനിന്റെ 3-ൽ 2 അവൻ പൂർത്തിയാക്കി. ആദർശത്തിന്റെ അടിത്തറയിൽ അവൻ വിവാഹം കഴിച്ചാൽ, അങ്ങനെ ആദർശപരമായ ഒരു വിവാഹത്തിലേക്കാണോ ഞാൻ എന്റെ മക്കളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്? അവന്റെ സ്വപ്നം ആ അർത്ഥത്തിലേക്ക് നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്നില്ല എങ്കിൽ വേറെ ഒരുപാട് സ്വപ്നങ്ങൾ അവന്റെ തലച്ചോറിൽ കയറിക്കൂടുക തന്നെ ചെയ്യും. വേറെ ഒരുപാട് സങ്കല്പങ്ങൾ അവിടെ വരിക തന്നെ ചെയ്യും. നമ്മള് വൈറസ് കയറാനുള്ള എല്ലാ സംവിധാനവും ചെയ്തു കൊടുത്തിട്ട് അവിടെ വൈറസ് കയറരുത് എന്ന് വിചാരിച്ചത് കൊണ്ട് യാതൊരു ഫലവുമില്ല. ആദ്യ കൊച്ചുനാളിലെ ഒരു ആന്റി വൈറസുകൾ വരികയാണെങ്കിൽ അത് വൈറസാണ് എന്നും ഇത് ഈ സിസ്റ്റത്തെ തകർക്കുന്നു എന്ന് മനസ്സിലാക്കി അതിനെ മുൻകൂട്ടി തന്നെ പ്രതിരോധിക്കുവാനുള്ള ആന്റി വൈറസ്, അതാണ് ഇസ്ലാം. അതാണ് പ്രവാചകന്റെ കയ്യിൽ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നീ നിന്റെ സൃഷ്ടിച്ച നാഥന്റെ നാമത്തിലാണ് നീ വായിക്കേണ്ടത്. എവിടെങ്കിലും പോയി ഏതെങ്കിലും ക്യാമ്പസിൽ എന്തെങ്കിലും വായിച്ച് തൊലച്ചു കളയാനുള്ളതല്ല നിന്റെ ആവശ്യം. നീ നിന്റെ നാഥനെ തിരിച്ചറിയുന്ന വായനയാണ്. പക്ഷേ അവിടെ തന്നെ പഴച്ചു പോയാലോ? പ്രവാചകൻ അവിടെ പഴച്ചില്ലല്ലോ. പിഴക്കാതെ പോയപ്പോ പലപ്പോഴും പറയാറുള്ളത് പോലെ റോമും പേർഷ്യ ഉൾപ്പെടെ 23 കൊല്ലം കൊണ്ട് തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ പിഴച്ചുപോയാൽ അതിന്റെ വിപരീതമാണ്. പിഴച്ചുപോയ ആളുകൾ ആ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അബൂജഹലിൽപ്പെട്ടതാ. രണ്ടാലെ ഉമറിനെ ചോദിച്ചിട്ട് ഒരു ഉമറിന് നല്ല വഴി കിട്ടുകയും മറ്റേ ഉമർ വളരെ ദാരുണമായ, അബൂജഹലും അബൂ ലഹബും ഒക്കെ വളരെ ദാരുണമായ നിന്ദ്യമായ ദുരന്തം ഏറ്റുവാങ്ങിയിട്ടുണ്ട് എങ്കിൽ ഇത് പൂർണ്ണമായി ഫോളോ ചെയ്യാതിരിക്കലോ ഭാഗികമായി ഫോളോ ചെയ്യലോ ഒരുപോലെയല്ല. ഫോളോ ചെയ്യാതിരിക്കുന്നവരും ഭാഗികമായി ഫോളോ ചെയ്തവരും ഒരേ അവസ്ഥയിൽ, അതിലേറ്റവും നിന്ദ്യമായ അവസ്ഥ ഭാഗികമായി ഫോളോ ചെയ്തവർക്കാം. അതാണ് മുനാഫിക്കുകൾ എന്ന് പറയുന്നത്. വിശ്വാസിയാണെന്ന് പറയുകയും എന്നിട്ടോ അതിനെ പൂർണ്ണമായി അതിനെ പിന്തുണക്കാൻ സാധ്യമല്ലാതെ വരികയും ചെയ്യുക. ഇത് നമുക്ക് സംഭവിക്കരുത്. പൂർണ്ണമാണ്. എന്റെ മക്കളുടെ കാര്യത്തിൽ ഞാൻ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായി തന്നെ അത് ഉൾക്കൊണ്ടിട്ടുണ്ട്. അത് അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുവാൻ അള്ളാഹു 1-ാമത്തെ വാക്യത്തിൽ തന്നെ പറഞ്ഞു, ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ നീ വായിക്കണം. നോക്കൂ നിങ്ങൾ, അള്ളാഹു എല്ലാത്തിനെയും ഇണകളായിട്ടാണ്. നമ്മളുടെ മകൻ ഒരു പിഴവ് മാത്രം വായിച്ചാൽ മതി. അവൻ മദ്യപാനോ വിചാരിയോ മയക്കുമരുന്നോ ലഹരി പദാർത്ഥങ്ങളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അതൊക്കെ ഇന്നൊക്കെ അവൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആദർശ വിവാഹം അവന് കിട്ടിയില്ല. അത് മതി, എല്ലാം നഷ്ടപ്പെട്ടു പോകാൻ. ആദർശ വിവാഹം അവന് കിട്ടിയില്ല, അത് മാത്രം മതി. പകരം അവൻ എന്തായി മാറി? അവൻ തെരഞ്ഞെടുക്കുന്ന ഏതൊരു വിവാഹം, അത് വിവാഹത്തിന് മുമ്പ് തന്നെ അവൻ തന്നെ തീരുമാനിച്ചു, അവൻ തന്നെ അത് സെലക്ട് ചെയ്തു. എന്നിട്ട് അവൻ വാപ്പ എപ്പോഴാണ് കല്യാണത്തിന് നിർബന്ധിക്കുന്നത് അതുവരെ അവൻ ഒഴിഞ്ഞ് അല്ലെങ്കിൽ അവൾ ഒഴിഞ്ഞു മാറി. അവസാനം ഇനി നിവൃത്തിയില്ല, ഏത് കല്യാണമായാലും സമ്മതിക്കുമെന്ന പരുവത്തിലേക്ക് അവനെ മെരുക്കിയെടുത്തിട്ട് എന്തായാലും വേണ്ടില്ല നീ ഒന്ന് പറ എന്ന് പറയുന്നിടത്തേക്ക് അവരെ എത്തിച്ചിട്ട് ആ പെണ്ണിനെ പോയി കല്യാണം കഴിച്ചു കൊടുക്കേണ്ട ഗതികേട് പല ആളുകൾക്കും വന്ന് പതിക്കുക തന്നെ ചെയ്യും. അത് ചെറുതൊന്നുമല്ല. വിവാഹത്തിലെ പിഴവ് എന്ന് പറയുന്നത് ചെറുതല്ല, നിസാരമല്ല, അത് അതീവ ഗൗരവമുള്ളത്. അതുകൊണ്ടാണ് 4-ൽ 3 ദീനാൻ ആദർശ വിവാഹമാണ് കേട്ടോ, 3-ൽ 2 ആദർശ വിവാഹമാണ് കേട്ടോ എന്ന് പറയാനുള്ള കാരണം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളെ കുറിച്ച് വളരെ ഗൗരവത്തോടുകൂടി, കാരണം ഈ ജീവിതം ഇവിടേക്ക് വേണ്ടിയേ അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടേക്ക് വേണ്ടിയേ അല്ല ഈ ജീവിതം, പരലോകത്തേക്ക് വേണ്ടി മാത്രമാണ്. അതുകൊണ്ടാണ് മൻ ജഅലൽ ഹുമൂമ ഹമ്മൻ വാഹിദൻ ഹമ്മ ആഖിറതിഹി കഫാഹുല്ലാഹു ഹമ്മ ദുനിയ. ഒരുവൻ അവന്റെ മുഴുവൻ ചിന്തകളും ഒരേ ഒരു ചിന്തയാക്കി കേന്ദ്രീകരിക്കുന്നു, ഒന്നിൽ മാത്രം ഒതുക്കി നിർത്തുന്നു അവന്റെ ചിന്ത മുഴുവൻ. ഹമ്മ ആഖിറതിഹി, തന്റെ മരണം മുതൽ തന്റെ മകന്റെ
മരണം മുതൽ അങ്ങോട്ടുള്ള ശാശ്വതമായ ലോകം. അങ്ങനെ ആയിരിക്കണം. പക്ഷേ വൽ തുഖ്തിറൂനൽ ഹയാത്ത ദുനിയ, ദുനിയാവിന് മുൻഗണന നൽകിക്കളയും. കാരണം ജനത അങ്ങനെയാണ്, നമ്മുടെ കൂട്ടുകുടുംബം അങ്ങനെയാണ്, നമ്മുടെ മക്കളും പിതാക്കളും കുടുംബ വ്യവസ്ഥകളും സമൂഹമൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മളും അതിലേക്ക് വിട്ടുപോകും. അങ്ങനെ വിട്ടുപോവാതെ മരണത്തിന് ശേഷമാണ് വിഷയം. അത് കിട്ടിയിരിക്കണം. അതെന്റെ മകന്റെ കാര്യത്തിൽ, എന്റെ കാര്യത്തിൽ, എന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ ഉറപ്പാണ്. ആ ഉറപ്പിലാണ് ഞാൻ ഏത് സമയത്തുമുള്ളത്. അത് ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് അപ്ഡേറ്റ് ചെയ്ത് കൃത്യപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇരിക്കും. അത് സത്യസന്ധമായി ചെയ്യുന്നുവെങ്കിൽ അവരെ കഫാഹുല്ലാഹു അമ്മ ദുനിയ, അവന്റെ ദുനിയാവിന്റെ കാര്യത്തിന് അള്ളാഹു മതി. അള്ളാഹു അവൻ ഏറ്റവും നല്ല ദിശാബോധങ്ങൾ നോക്കും. നിങ്ങൾ ഇണകളായിട്ടാണ് മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളെയും ഇണകളായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത്. വമിൻ കുല്ലി ഖലഖന മൊത്തം എല്ലാത്തിനെയും വമിൻ കുല്ലി സൗജൈൻ എല്ലാത്തിനെയും നാം ഇണകളായി, വമിൻ കുല്ലി ഖലഖന സൗജൈൻ എല്ലാത്തിനെയും നാം ഇണകളായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷേ മനുഷ്യന് ആ ഇണകൾ അവർക്കൊക്കെ ഇഷ്ടാനുസരണം അവരുടെ പ്രകൃതി എല്ലാം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്നും തെറ്റുകയില്ല. ഒരു പക്ഷി ഇണ ചേരുന്നത് രണ്ട് പക്ഷികൾ ഇണ ചേരുന്നത് വേറൊരു പക്ഷി നോക്കി നിൽക്കുക പോലുമില്ല. അത്രയും മാന്യമായ രീതിയിലാണ്. അല്ലെങ്കിൽ ഒരു രണ്ട് മൃഗങ്ങൾ ഇണ ചേരുന്നത് വേറൊരു മൃഗം നോക്കി നിൽക്കുക പോലുമില്ല. അത്രയും മാന്യമായാണ് അവരതിനോട് സമീപിക്കുക. അവരുടെ പ്രകൃതിയിൽ അത് കൃത്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്നാൽ മനുഷ്യനില്ല, അയച്ചു വിട്ടിരിക്കുകയാണ് അല്ലാഹു. അവന്റെ ഇണചേരൽ അവന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവന് വിട്ടുകൊടുത്തിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വിശ്വാസികളെ നിനക്ക് മനുഷ്യന്മാർ പലതും ഉണ്ടാവും, അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് അവർക്ക് പോവാൻ അല്ലാഹു വിട്ടുകൊടുത്തിട്ടുണ്ട്. പക്ഷേ യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി തന്നെ വിവാഹത്തിന്റെ പ്രാധാന്യങ്ങള്, കുടുംബ ബന്ധത്തിന്റെ പ്രാധാന്യങ്ങള്, അത് സൂക്ഷിക്കേണ്ട അതിന്റെ ഗൗരവമൊക്കെ ഉണർത്തുന്നത് കാണാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിലെ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സൂറത്ത് നിസാ എന്ന അതിന്റെ അധ്യായത്തിന്റെ പേര് തന്നെ. ആ സൂറത്ത് നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പറയുകയാണ്, യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. മുസ്ലിങ്ങൾ മാത്രമല്ല, മൊത്തം മനുഷ്യരിലും നടപ്പാക്കേണ്ടതുണ്ട് എന്നുകൊണ്ടാണ്. അതിന്റെ ബാധ്യത മുസ്ലിങ്ങളൊക്കെയാണ്. ഇത്തഖൂ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ നാഥനെ സൂക്ഷിക്കണം. എങ്ങനെയുള്ള നാഥനാണ്? അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, നിങ്ങളെ ഓരോരുത്തരെയും ഒരേ മാതാവിൽ നിന്നും ഒരൊറ്റ ശരീരത്തിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവനാണ്. വഖലഖ മിൻഹാ സൗജഹ വബസ മിൻഹാ റിജാലൻ കസീറൻ വനിസാഅ, അതിൽ നിന്ന് അതിന്റെ ഇണയെയും അത് സൃഷ്ടിക്കപ്പെടുകയും അങ്ങനെ ആണും പെണ്ണുമായിട്ട് ഒരുപാട് ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ പരത്തുകയും ചെയ്ത നാഥനെ നിങ്ങൾ സൂക്ഷിക്കണം. വത്തഖുല്ലാഹ്, വീണ്ടും പറയുകയാണ്, ഈ ബന്ധത്തെ നിങ്ങൾ സൂക്ഷിക്കണം. അല്ലദീ, എങ്ങനെയുള്ള തസാഅലുന ബിഹി വൽ അർഹാം, അല്ലാഹുവിനെ ഏതൊരുവനെ മുൻനിർത്തിക്കൊണ്ടാണ് നിങ്ങൾ പരസ്പരം അവകാശങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ ഏത് പ്രയാസം വരുമ്പോഴും നിങ്ങൾ വിളിക്കുന്ന ശക്തിയുണ്ടല്ലോ. നിരീശ്വര നിർമ്മതവാദി പോലും വിളിക്കും. നിരീശ്വരവാദി വിളിക്കണമെങ്കിൽ പ്രത്യേക രംഗം വരണം. ഫറോവക്ക് സംഭവിച്ചതുപോലെ നിർമ്മതവാദി ഹമാനായ ഒരു ഗോപുരം ഉണ്ടാക്ക്, ഞാനൊന്ന് നോക്കട്ടെ, മൂസ പറയുന്ന റബ്ബ് അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് ചോദിച്ചോ. പക്ഷേ ഫറോവ മരിക്കുമെന്ത് സംഭവിച്ചു? ആമൻതു ബി റബ്ബി മൂസ വ ഹറൂൻ എന്ന് പറഞ്ഞ അദ്ദേഹം പ്രഖ്യാപിച്ചു, ഞാനിതാ ഹാറൂന്റെയും മൂസായുടെയും റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിർണായകമായ ഘട്ടത്തിൽ നിങ്ങൾ ആ വിളിക്കുന്ന ആ നാഥനെ നിങ്ങൾ സൂക്ഷിക്കണം. ഒരു പൊട്ടക്കണച്ചിലങ്ങ് ചാടി, രാത്രി കൂടാകൂടിയിട്ടാണ്, കാട് മൂടിക്കിടക്കുകയാണ് കിണറിന്റെ മുകളിൽ മുഴുവനും. അതുകൊണ്ടാണ് പോയി ചാടിയത്. അങ്ങനെ ചാടിപ്പെട്ടു, സംഭവിച്ചു. നമുക്ക് ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ സംഭവിച്ചു കഴിഞ്ഞു. അതിന്റെ അകത്ത് കിടന്ന് വല്ലാത്തൊരവസ്ഥയാണ്. എന്തൊക്കെ ഇഴയുന്നു, പൊട്ടക്കിണറാണ്, ഭീകരമായ പെരുമ്പാമ്പ് ഉൾപ്പെടെ അതിൽ ഉണ്ട്. എത്തിയപ്പോഴാണ് അറിയുന്നത്. അങ്ങനെ എന്തോ ഇഴയുന്ന സംഗതി കേട്ടപ്പോ മൊബൈൽ പോക്കറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. വീണപ്പോ അതെടുത്ത് ലൈറ്റ് അണച്ചു നോക്കിയപ്പോ നിൽക്കുന്നു ഭീകരമായ സർപ്പം. ഭീകരമായ ഒരു വലിയ സർപ്പം. കിണറാണ്, വേറൊന്നും ചെയ്യുക സാധ്യവുമല്ല. ആ സമയത്ത് നിങ്ങൾ ബുദ്ധിമുട്ടുമ്പോ വിളിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെ നിങ്ങൾ സൂക്ഷിച്ചോ. ആ സമയത്ത് വിളിച്ചിരിക്കും. ഏത് നിരീശ്വരവാദിയും വേറെ എവിടേക്കും വിളിക്കൂല, വേറെ ഒരുത്തനെയും വിളിക്കൂല. അമ്പറത്തങ്ങളും ബദിരീങ്ങളും
അതേപോലെ ഈ ഒരുപാട് സഹാബികളൊക്കെ വിളിക്കപ്പെടുന്നുണ്ടല്ലോ, അതൊന്നും വിളിക്കൂല. ഉസൈറിനെ വിളിക്കൂല, യേശുവിനെ വിളിക്കൂല, അത് ഒരുത്തനെ മാത്രമേ വിളിക്കുള്ളൂ. ഖുർആനിൽ ചോദിക്കുന്നുണ്ട്, ആടി ഉലയുന്ന കപ്പല് മറിഞ്ഞു മുങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ ആരെയാണ് വിളിക്കുക? അവനാണ് നിങ്ങളുടെ റബ്ബ്. അതുകൊണ്ട് ആ റബ്ബിനെ നിങ്ങൾ കുടുംബ ബന്ധത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ആരെ വിളിച്ചിട്ടാണ് നിർണായക ഘട്ടങ്ങളിൽ നിങ്ങൾ സഹായം തേടുന്നത്? ആ സഹായം തേടുന്ന റബ്ബിനെ നിങ്ങൾ നിങ്ങൾ അവനെ സൂക്ഷിക്കണം. അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, കുടുംബ ബന്ധത്തെയും നിങ്ങൾ സൂക്ഷിക്കണം. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, അള്ളാഹു നിർണയിച്ച കുടുംബ ബന്ധം, വിവാഹ ബന്ധം, ആദർശ ബന്ധം, അതിൽ പ്രേമം ഇസ്ലാമില് വളരെ പ്രധാനപ്പെട്ടതാണ്. ക്യാമ്പസിൽ പോയി പ്രേമിക്കുമെന്നവരിപ്പോ ക്യാമ്പസിലേക്ക് പറഞ്ഞേക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറഞ്ഞേക്കാണ്ടിരിക്കന്നെ വേണ്ടത്. പ്രേമിക്കാൻ സാധ്യതയുള്ള ഒരുത്തനെ അതിലൊക്കെ സാഹചര്യങ്ങളൊക്കെ ഒത്തിണങ്ങിയത്തേക്ക് പറഞ്ഞേക്കാണ്ടിരിക്കുക വേണ്ടത്. കാരണം അവനെന്താണ്, അവനവിടുന്ന് കിട്ടുന്ന ആ സർട്ടിഫിക്കറ്റിനേക്കാളും വലുതാണ് അവന്റെ ശാശ്വതമായ ലോകം, ആദർശ വിവാഹം എന്ന് പറയുന്നത്. അത് തന്നെയാണ് അതിന് കാരണം. പക്ഷെ ഇത് വിശ്വസിക്കില്ല. ഇതൊക്കെ ഒരു ഉട്ടോപ്യൻ വർത്തമാനമാണ്. ഇയാൾക്കൊന്നും ഈ പരിഷ്കരണ കാലഘട്ടത്തിന്റെ അവസ്ഥകളൊന്നും അറിയില്ല. പഠനത്തെ പിന്തിരിപ്പിനാണ്, മൂരാച്ചിത്തരമാണ് എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ എങ്കിൽ നിങ്ങൾ ഖുർആൻ പറഞ്ഞെടുത്താണുള്ളൂ. ജനങ്ങളുടെ കൂട്ടത്തിൽ അധികം ആളുകളും അള്ളാഹുവിലും അന്ത്യനാളിലും ഒക്കെ വിശ്വസിച്ചിരിക്കുന്നു എന്നവർ പറയും. പക്ഷെ അവർ മുഅ്മിനുകളല്ല. കാരണം എന്താണ്? മകൻ അവിടെ പ്രേമിക്കുമെന്ന് കരുതി ക്യാമ്പസിലേക്ക് പറഞ്ഞേക്കാണ്ടിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവനാണ്. അത്രേ അവൻ വിവാഹത്തിന് മുമ്പുള്ള പ്രേമത്തെ കുറിച്ചാ പറയുന്നു. വിവാഹത്തിന് ശേഷം ഇസ്ലാം പ്രേമം നിർബന്ധമാക്കിയിരിക്കുന്നു. പ്രേമം നിർബന്ധമാണ്. അത് എത്രത്തോളം എന്ന് ചോദിച്ചാൽ മവദ്ദത്തൻ വറഹ്മ, കാരുണ്യത്തിൽ അധിഷ്ഠിതമായ പ്രേമം, അത് നിർബന്ധമാണ്. എന്നാൽ വിവാഹത്തിന് മുമ്പുള്ള പ്രേമം അത് ചെയ്തവർ തൗബ ചെയ്യുന്നില്ല എങ്കിൽ അവരുൾപ്പെടെ വളരെ വലിയ നാശമാണ് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്നത്. ജനം മുഴുവൻ അങ്ങനെ ആയിരിക്കും. ക്യാമ്പസിൽ കുട്ടികളൊക്കെ ഒന്ന് പറയാറുണ്ട്, എല്ലാ ആളുകളും അങ്ങനെയാണ്, അതല്ലാത്ത ഒരാളുകൾക്ക് കാണാൻ കഴിയില്ല എന്ന്. വിവാഹത്തിന് മുമ്പ് സ്ത്രീയുമായി ബന്ധമില്ലാത്ത അല്ലെങ്കിൽ പുരുഷനുമായി ബന്ധമില്ലാത്ത പെൺകുട്ടികൾ വളരെ അപൂർവമാണ്. എങ്കിൽ പോലും അത് ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അപ്പോ ക്യാമ്പസിൽ മെഡിക്കൽ കോളേജിലെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ വളരെ ഉയർന്ന കുട്ടികളാണ്, നിലവാരമുള്ള ആൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പോ ഇസ്ലാം പ്രേമത്തെ അനുകൂലമല്ല, പ്രേമം കൊണ്ടുണ്ടാകുന്ന ഒരുപാട് നഷ്ടങ്ങളെ കുറിച്ചൊന്ന് പറഞ്ഞു. നഷ്ടങ്ങൾ എന്തൊക്കെയാ നമുക്കറിയാൻ സാധിക്കും. ആദർശ വിവാഹം നഷ്ടപ്പെടും. പ്രേമം വിവാഹത്തിന് മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അതിനുവേണ്ടി വാപ്പാനെ വേണ്ടത് വെക്കാൻ വേണ്ടി വരും. ചില പ്രേമങ്ങൾക്കൊക്കെ, എല്ലാത്തിനും ഇല്ല. ഉമ്മാനെ വേണ്ടത് വെക്കേണ്ടി വരും. അല്ലെങ്കിൽ ഉമ്മനെ അവഗണിക്കുകയും ചെയ്യുന്നത് പോയിട്ട് പലതും പറയേണ്ടി വരും. നിങ്ങൾ സൗകര്യം ഉണ്ടെങ്കിൽ പങ്കെടുത്താൽ മതി, ഞാൻ ഇത് തന്നെ കഴിക്കാന്ന് പറഞ്ഞാൽ തന്നെ കഴിഞ്ഞു. ഒരു മാതാപിതാക്കളോട് പറയേണ്ട അവസ്ഥ വന്നാൽ തന്നെ. വേറെ നിങ്ങൾ ഒരു കല്യാണം അന്വേഷിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ തന്നെ കഴിഞ്ഞു. ആദർശം പോയി അവനെ മാതാപിതാക്കളെ ഏതോ ഒരു സ്ഥാനത്തേക്ക് നിർണായക ഘട്ടത്തിൽ മാറ്റിവെച്ചവനാണ്. എന്റെ വീട്ടിലൊരു സ്ത്രീ കല്യാണം പറയാൻ വന്നപ്പോ ആ സ്ത്രീ, പിന്നെ ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചതാണ്, ആരെ കല്യാണക്കാരെ പോയി കണ്ടു, തീരുമാനിച്ചു. അതിലൊരു പൊട്ടിക്കരയലാണ്. എന്നിട്ട് ആ മാതാവ് നാവ് ഇറങ്ങിപ്പോയി, തൊണ്ടയിൽ നാവ് കുരുങ്ങിപ്പോയി, കിട്ടുന്നില്ല. അങ്ങനെ കുറെ നേരം കാത്തിരുന്ന് ആ മാതൃഹൃദയം പൊട്ടിത്തെറിക്കുകയാണ്. അത് അവൻ തന്നെ തീരുമാനിച്ചില്ലേ അവന്റെ കല്യാണം? ഞങ്ങളൊക്കെ പുറത്തായില്ലേ, കഴിഞ്ഞില്ലേ? ചേ എന്ന വാക്ക് പറഞ്ഞാൽ കഴിഞ്ഞു എന്റെ കഥ. അത് സ്വന്തം മാതാക്കളെ അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അങ്ങനൊക്കെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ തൗബ നിർബന്ധമാണ് മരിക്കുന്നതിന് മുമ്പ്. അപ്പൊ ഈ അർത്ഥത്തിൽ ക്യാമ്പസിലൊക്കെ പറഞ്ഞയച്ചാൽ അങ്ങനൊക്കെ സംഭവിച്ചാലും കുഴപ്പമില്ല, അവനാ ഡിഗ്രി വെച്ചുകൊണ്ട് വരട്ടെ, അല്ലെങ്കിൽ അതൊന്ന് പൂർത്തിയാക്കട്ടെ എന്ന് വെക്കുന്നുവെങ്കിൽ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ പുനരാലോചന നടത്തേണ്ടതുണ്ട്. നമുക്ക് കഴിയാൻ പരമാവധി ശ്രമിച്ചതിന് ശേഷം അതിന്റെ അപ്പുറമുള്ള കാര്യം വേറെയാണ്. അപ്പൊ ക്യാമ്പസിലെ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ ചോദിച്ച ചോദ്യം ചെയ്യാൻ അവസരം കൊടുത്തപ്പോ ഇസ്ലാം പെണ്ണ് കാണാൻ അനുവദിക്കുന്നുണ്ടല്ലോ. അപ്പൊ കുറച്ചുപേരൊക്കെ കണ്ട് സംസാരിച്ചൂടെ? അപ്പൊ ഈ പെണ്ണിന്റെ സ്വഭാവം, അത് ആൺകുട്ടികളുടെ ചോദ്യമാണ്, ഈ പെണ്ണിന്റെ സ്വഭാവം അതേപോലെ പെരുമാറ്റം അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് കണ്ടറിഞ്ഞ് മനസ്സിലായി പറ്റുമെന്ന് ബോധ്യപ്പെട്ടാൽ കല്യാണം കഴിക്കാം, പറ്റുകയില്ലെന്ന് ബോധ്യപ്പെട്ടാൽ ഒഴിവാക്കാം. ഇതിനെന്താ ഇസ്ലാം അനുവദിച്ചതല്ലേ എന്നാണ് ചോദ്യം. ഇതൊക്കെ എവിടുന്നോ പഠിപ്പിച്ചു വിടുന്നതിനാണ് കേട്ടോ, മനസ്സിലാക്കണം. ഇതൊക്കെ പഠിപ്പിച്ചു. ഞാൻ അവനോട് തിരിച്ചു ചോദിച്ചു, നിനക്ക് സിസ്റ്റർ, നിങ്ങൾക്ക് പെങ്ങളുണ്ടോ? പെങ്ങളുണ്ട്. ആ പെങ്ങളുണ്ട്.
പെങ്ങളെ ഇങ്ങനെ ഒരുത്തൻ അങ്ങനെ വണ്ടിമേലും ബൈക്കുമ്പോഴും അതേപോലെ ബീച്ചിലും സിനിമാ ഹാളിലൊക്കെ കൊണ്ടു നടന്ന് അങ്ങനെ നോക്കി ഇവിടെ സ്വഭാവം പെരുമാറ്റമൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവന് കുറെ കാലം കൊണ്ടു നടന്ന് പിന്നെയാണ് മനസ്സിലാവുന്നത് അവളുടെ ഒരു സ്വഭാവം എനിക്ക് പിടിക്കുന്നതല്ല. അങ്ങനെ തേച്ച് എങ്ങനെ എന്തെങ്കിലും അർത്ഥത്തിൽ കളഞ്ഞാൽ നിന്റെ നിലപാടെന്തായിരിക്കും? നിന്റെ നിലപാടെന്തായിരിക്കും? ഇതാണ് റസൂൽ ചോദിച്ച ചോദ്യം. വ്യഭിചരിച്ചാൽ കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പോവും, ചിലപ്പോ പോയും എന്ന് പറഞ്ഞവനോട് അനുവാദം ചോദിച്ചവനോട് റസൂൽ ചോദിച്ചു, നിന്റെ പെങ്ങളെ, നിന്റെ ഉമ്മയെ, നിന്റെ അനിയത്തിയെ, നിന്റെ ജ്യേഷ്ഠത്തിയെ, നിന്റെ അമ്മായിയെ, അതുപോലെ ബന്ധത്തിൽപ്പെട്ട ഒരുത്തനെ ഈ കോലത്തിൽ ഉപയോഗപ്പെടുത്തി പറ്റില്ലെന്ന് ഒരുത്തൻ വെച്ചാൽ എന്തായിരിക്കും സ്ഥിതി? ഇത് തന്നെയാ പ്രശ്നം. അതുകൊണ്ട് നമ്മൾ ഗൗരവത്തോടു കൂടി കാണണം. ഇത് ഇസ്ലാം ഗൗരവത്തോടു കൂടി കണ്ടിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഒരു മനുഷ്യന് ഇണചേരണമെങ്കിൽ രണ്ടനുമതി പ്രധാനമാണ്. രണ്ടനുമതി, ഒന്ന് സ്രഷ്ടാവിന്റേതും മറ്റൊന്ന് സൃഷ്ടികളുടെയും. ഈ രണ്ടനുമതി വേണം. അതും അനുഗ്രഹീതമാംവിധമുള്ള അനുമതിയായിരിക്കണം. അത് തൃപ്തിപ്പെട്ട അനുഗ്രഹം. അതുകൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു, നിക്കാഹിലതാ പറഞ്ഞത്, തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കണം. ഇതെങ്ങനെ വേറൊരുത്തിന് എവിടെയോ കയറ്റി? അതുകൊണ്ട് ഞാൻ കുട്ടികളോടൊക്കെ പലപ്പോഴും പറയാറുണ്ട്, മോളെ നീ ഒരിക്കലും വലിഞ്ഞു കയറരുത്, ഒരു വീട്ടിലേക്കും വലിഞ്ഞു കയറരുത്. ഒരുത്തനെ പിന്നാമ്പുറം കൂടിയിട്ട് അവനോട് സമ്മർദ്ദത്തിലാക്കിയിട്ട് ആ വീട്ടിലേക്ക് വലിഞ്ഞു കയറിയാൽ നിനക്ക് വലിഞ്ഞു കയറുന്നവൻ വരും, വലിഞ്ഞു കയറിയവൻ നിനക്കും വരുത്തും. അള്ളാഹു അത് വിടുന്നവന്റെ പ്രതികാരം ചെയ്തിട്ട് അടങ്ങും. അവിടെ ഒരു മാതാവും പിതാവും ഉണ്ട്. അവർ വന്ന് ഇത് മതി എന്ന് വെക്കാത്തൊരു വിവാഹത്തിന് നിന്ന് കൊടുക്കരുത്. അതേപോലെ ആൺകുട്ടികളോട് പറയാൻ പറ്റണം, ആരാണ് ഇഷ്ടപ്പെട്ടു എന്ന് പറയേണ്ടത്. നിനക്ക് ഇഷ്ടപ്പെട്ടു, 100% ബോധ്യപ്പെട്ടു, പക്ഷെ വിവരം അറിയിക്കേണ്ടത് ആരാണ്? അവൻ പറഞ്ഞു, വാപ്പയല്ല. ഇസ്ലാമിലെല്ലാം തർത്തീബൊക്കെ ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, കല്യാണത്തിൽ ഞാൻ റെഡിയാണെന്ന് അറിയിക്കേണ്ടത് അവനല്ല, അവന്റെ പിതാവല്ല. അറിയിക്കേണ്ടത് ആരാണ്? മാതാവാണ്. മാതാവിനോടാണ് അവൻ ഏറ്റവും വലിയ ബാധ്യത. അത് പറയാൻ അവന് കഴിവുണ്ടാവണം. മക്കൾക്കത് പഠിപ്പിച്ചു കൊടുക്കണം. നിന്റെ വിവാഹം നീയല്ല തീരുമാനിക്കേണ്ടത്, വാപ്പയുമല്ല തീരുമാനിക്കേണ്ടത്, നാട്ടുകാരുമല്ല തീരുമാനിക്കേണ്ടത്, നിന്റെ പിതാവാണ്. എന്തുകൊണ്ട് എനിക്ക് ഭൂമിയിൽ ഏറ്റവും വലിയ ബാധ്യത ആരോടാണ് റസൂലേ? നിന്റെ മാതാവിനും. രണ്ടാമത് ചോദിച്ചു, മൂന്നാമതും ചോദിച്ചു, നാലാമത് ചോദിച്ചപ്പോഴാണ് എന്ത്? പിതാവ് എന്ന് പറഞ്ഞു. അതാണ് അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. നിന്റെ സ്വർഗം കിടക്കുന്നത് മാതാവിന്റെ കാൽച്ചുവട്ടിലാണ്. അങ്ങനെ ഒരു മാതാവിനെ കൊണ്ടുവന്ന് മക്കൾക്ക് കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ ഒരു മാതാവിനെ കല്യാണം കഴിച്ചുകൊണ്ടാണോ പ്രസവിപ്പിച്ചത്? ഇവരുടെ ഉമ്മയാക്കി കൊടുത്തിട്ടുണ്ടോ? വിവാഹത്തിന് മുമ്പേ ആലോചിക്കേണ്ട കാര്യമാണ്. അത് ഈ മക്കൾക്ക് പകർന്നു കൊടുക്കണം. ഇത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് സൃഷ്ടികളുടെ അനുവാദം വേണം. സൃഷ്ടാവിന്റെ അനുവാദം മാത്രം പോരാ, അള്ളാഹു അംഗീകരിക്കയില്ല. സൃഷ്ടികളുടെ അനുവാദം വേണം. തെരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ആ സ്വാതന്ത്ര്യം എന്ത് ചെയ്യേണ്ടതുണ്ട്? അവന്റെ മാതാപിതാക്കൾക്കും അതുപോലുള്ള അള്ളാഹുവിന് ഉൾപ്പെടെ വിട്ടുകൊടുക്കണം തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം. അപ്പോഴാണ് അവൻ 4-3 പൂർത്തിയായി എന്ന് പറയാനുള്ള കാരണം. അതുകൊണ്ട് ഈ കരാറിനെ അള്ളാഹു സുബ്ഹാനഹു തആല മീസാഖൻ വലിയ എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബലിഷ്ഠമായ കരാറാണ്. അതിന് കോട്ടം തട്ടുന്നതിൽ മുൻ പ്രേമങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അതേപോലെ മാതാപിതാക്കളുടെ നില അതിന് കോട്ടം തട്ടുന്ന ആ കരാറിന് തകരാറ് വരുന്ന രീതിയിൽ ഒരു പ്രവർത്തനത്തിലും ഒരു മനുഷ്യൻ ഏർപ്പെടാൻ പാടില്ല. അതുകൊണ്ടാണ് ബലിഷ്ഠമായ കരാറാവുന്നത്. എങ്ങനെയാണ്? ബലിഷ്ഠമായി കാത്തുസൂക്ഷിക്കുമ്പോഴാണ്. വീട്ടിലെ പശു ഒരിക്കലും പുല്ല് തിന്നുകയില്ല എന്ന് കേട്ടിട്ടുണ്ട് നമ്മൾ. ഖുർആനിൽ ബലിഷ്ഠം എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അതിന് നമ്മളും നമ്മുടെ മക്കളും കുടുംബവും ഒക്കെ അതിന് ശക്തി നൽകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് മീസാഖൻ വലിയ എന്ന പ്രയോഗം ഇസ്ലാം പ്രയോഗിച്ചത്. അതേപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു, മൻ തസവ്വജ അഖറസ നിസ്ഫ ദീനഹു, വിവാഹം കഴിച്ചവൻ അവന്റെ ദീനിന്റെ പകുതിയും പൂർത്തിയാക്കി കഴിഞ്ഞു എന്നാണ് റസൂൽ പറഞ്ഞത്. ദീൻ വിവാഹം, ഇസ്ലാമികമായ ആദർശ വിവാഹം നടത്തിയവൻ, ആദർശത്തിന്റെ വിവാഹത്തിൽ ഏർപ്പെട്ടവൻ, അവന്റെ ദീനിന്റെ പകുതിയും അവൻ പൂർത്തിയാക്കി കഴിഞ്ഞു. അവശേഷിക്കുന്ന പകുതിയിൽ അവൻ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊള്ളട്ടെ. ബാക്കി പകുതിയിൽ അവൻ എന്ത് ചെയ്യണം? അള്ളാഹുവിന് പകുതിയും അതാണ്, 3/4 അതാണ് എന്ന് വരെ പ്രവാചകൻ പഠിപ്പിച്ച റിവായത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ ഒരു മനുഷ്യൻ പൂർണ്ണനാവണമെങ്കിൽ വിവാഹത്തിലൂടെ ഇണചേർപ്പെടണം, ഇണകൾ ഉണ്ടാക്കപ്പെടണം. ആണിനും പെണ്ണും പെണ്ണിനാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വന്നിസാഉ ശഖായിഖുൽ റിജാലി, പുരുഷന്റെ പകുതിയും ഒരു സ്ത്രീയാണ്, സ്ത്രീയുടെ പകുതിയും പുരുഷനാണ്. ഖുർആന്റെ പ്രയോഗം എന്താണ്? ബഅ്ദുകും മിൻ ബഅ്ദ്, രണ്ടും അങ്ങോട്ടും ഒന്നാണ് എന്ന കോലത്തിലാണ്. ആണും പെണ്ണും ഒന്നാണ് എന്ന കോലത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾ വിവാഹം ഒരേ ഇനത്തിൽപ്പെട്ടവരാണ്, ഒന്നാണ്.
എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതിൽ മുൻഗണന ഉമ്മാക്ക് കൊടുക്കണം, സ്ത്രീകൾക്ക് കൊടുക്കണം. അതാണ് ഇസ്ലാമിന്റെ അതിന്റെ മാതൃക എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വിവാഹം എന്ന് പറയുന്നത് ഏറ്റവും വലിയ അമാനത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരുത്തൻ വിവാഹം കഴിക്കുന്നില്ല എന്ന് കാരണങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാത്തിനും അനുവാദമുണ്ട്. കുഫറിന്റെ വചനം വരെ ഉച്ചരിക്കാം കാരണമുണ്ടായാൽ. അയാൾക്ക് ഹറാമിന്റെ ഭക്ഷണം വരെ, പന്നിമാംസം വരെ കഴിക്കാം. അത്തരം കാരണങ്ങളുള്ള ആളുകളെ കുറിച്ചല്ല പറയുന്നത്. അത്തരം കാരണങ്ങൾ ഒന്നുമില്ലാതെ ഒരുത്തൻ വിവാഹം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ, ഈടെ ഒരു പെൺകുട്ടി, ഞാൻ കുത്തുബയിൽ തന്നെ പറഞ്ഞൊന്നും അറിയില്ല, പെൺകുട്ടി എന്നോട് ചോദിച്ചു, കാരണം വിവാഹം നിർബന്ധമൊന്നുമല്ലല്ലോ ഇസ്ലാമിൽ, നല്ല ദീനി കുടുംബത്തില്. പക്ഷെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു, 3 ആള് പ്രവാചകന്റെ വീട്ടിൽ വന്നിട്ട് മടങ്ങിപ്പോയ സംഭവം നമുക്കറിയാൻ സാധിക്കും. ഒരാള്, അതിൽ പല വലിയ വലിയ ഹദീസാണ്, അതിൽ ഒരാൾ പറഞ്ഞത് എന്താണ്, എന്നാണ്. അതായത് ഞാൻ സ്ത്രീകളുമായി വിട്ടുനിൽക്കും, തീരെ വിവാഹം കഴിക്കാതെ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. സ്ത്രീകളുമായി ഞാൻ വിട്ടുനിൽക്കും, വിവാഹം കഴിക്കാതെ. ഉടനെ പ്രവാചകന്റെ കണ്ണ് ചുമന്നു. എവിടെ ആയിഷ, അവരെവിടെയാ, അവര് എന്ത് പറഞ്ഞാ ഇവിടുന്ന് പോയത്? കണ്ണ് ചുവപ്പിച്ചുകൊണ്ട് പ്രവാചകൻ അവര് തിരിച്ചു വിളിക്കാൻ വേണ്ടി പറഞ്ഞു. തിരിച്ചു വിളിച്ചപ്പോ അവരിങ്ങനെ സംഭവിച്ച കാര്യം പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ വളരെയധികം ഗൗരവത്തോടു കൂടി പറഞ്ഞു, ഫമൻ റഇബ അൻ സുന്നതി ഫലൈസ മിന്നി, എന്റെ ചര്യ വിവാഹമാണ്. ആ വിവാഹം ആരെങ്കിലും ആ ചര്യ പിൻപറ്റുന്നില്ല എങ്കിൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല. നമ്മിൽപ്പെട്ടവനല്ലെങ്കിൽ പിന്നെ ബാക്കി കർമ്മങ്ങളുടെ പ്രസക്തി എന്താണ്? ഇത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ആദർശ വിവാഹം ഇസ്ലാം എന്ന് പുറത്തു പോകുന്നതാണ്. ആദർശമല്ല എങ്കിൽ, ആദർശവൽക്കരിക്കില്ല എങ്കിൽ ബാക്കി നമസ്കാരത്തിനോ മറ്റു സംഗതികൾക്കോ പ്രസക്തിയില്ല. ആദർശാടിസ്ഥാനത്തിൽ തന്നെ വിവാഹം കഴിച്ച് അപ്പോഴേ നമ്മിൽപ്പെടുകയുള്ളൂ. നമ്മിൽപ്പെട്ടവനെ പിന്നീട് നമസ്കരിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും അതുപോലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടതേ ഉള്ളൂ. യൗവനത്തെ മുൻനിർത്തിക്കൊണ്ട്, യുവാക്കള് യൗവനത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞു, യാ മഅ്ശറ ശബാബ്, അല്ലയോ യുവജനങ്ങളെ, ആണും പെണ്ണിനെയും വിളിക്കുകയാണ്, യുവജനങ്ങളെ, മനിസ്തതാ മിൻകുമുൽ ബാഅ ഫല്യതസവ്വജു, നിങ്ങളിൽ വിവാഹത്തിനുള്ള സാഹചര്യം ഒത്തുവരുമ്പോഴേക്കും നിങ്ങൾ വിവാഹിതരാവാൻ ശ്രമിക്കണം. ഏതെങ്കിലും അർത്ഥത്തിൽ വിവാഹം കഴിക്കാൻ പറ്റും എന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ വിവാഹം കഴിക്കണം. കാരണം എന്താണ്? തീർച്ചയായും വിവാഹം നിങ്ങളുടെ കണ്ണിനെ നിയന്ത്രിക്കും. മറ്റൊരു കണ്ണ് തെറ്റിപ്പോവും. കണ്ണ് തെറ്റാന്ന് പറഞ്ഞാല് ഒരു വാർത്ത പോലും കേൾക്കാൻ പറ്റാത്ത കോലത്തിലല്ലേ ഇപ്പൊ നമ്മുടെ മൊബൈൽ, നമ്മുടെ കയ്യിലുള്ള മൊബൈൽ. അപ്പോഴേക്കും വരികയാണ് വൃത്തികെട്ട സംസാരം, ഒരു രൂപ പോലും വേണ്ട, എന്നെ മേനുമായി സംസാരിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന രീതിയിൽ തടയാൻ പറ്റാത്ത കോലത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ ഒരു സെക്കൻഡും പെട്ടുപോകാതിരിക്കണമെങ്കിൽ നിങ്ങൾ സമയമാകുമ്പോഴേക്കും വിവാഹം കഴിക്കണമെന്നോ, സമയമാകുമ്പോഴേക്കും വിവാഹം. പല തെട്ടൂരങ്ങളും ഉണ്ടാവും. പ്രേമത്തിന് കണ്ണുമുക്കിൽ ഏത് കാലത്തും തുടങ്ങിക്കോ, LKG UKG തുടങ്ങിക്കോ. വിവാഹം ഔദ്യോഗികമായ ആദർശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവാഹം അത് 18, 21 അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തേക്കൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാം അതല്ല അനുവദിക്കുന്നത്. സമയമായാൽ വിവാഹം കഴിക്കും. 4 കാര്യങ്ങൾ ചിന്തിക്കരുത്. അതിലൊന്ന് സമയമായാൽ വിവാഹം എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്? വിവാഹം നിങ്ങളുടെ കണ്ണിനെ നിയന്ത്രിക്കും. ആ കണ്ണിന്റെ നിയന്ത്രണം അവസാനം നിങ്ങളുടെ ഗുഹ്യഭാഗങ്ങൾ വിശുദ്ധമാക്കപ്പെടാൻ അത് കാരണമായി തീരും. അല്ലെങ്കിലോ മറിച്ചാവും, കണ്ണുപോവും. കണ്ണുപോയി കഴിഞ്ഞാൽ, സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ, അത് ഒത്തു വന്നു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ അർത്ഥത്തിലും അത് വഴിതെറ്റുമെന്ന കാര്യം ഉറപ്പാണ്. നോക്കുന്നവന് അവൻ കാണാൻ വൃത്തികെട്ട കാഴ്ചകൾ കാണാൻ അവൻ തയ്യാറാണ് എങ്കിൽ അവൻ വൃത്തികെട്ടത് ചെയ്യും എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. വൃത്തികെട്ടത് ചെയ്യും, സാഹചര്യം ഒത്തുവന്നാൽ ചെയ്യും. അതുകൊണ്ട് വിശുദ്ധമായ ആത്മാവ് എന്ന് നിങ്ങളാ പറഞ്ഞ മകനെ, അല്ലെങ്കിൽ നമ്മളാ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മകനെ വിളിക്കാൻ മലായിക്കത്തുകൾ തയ്യാറാവുകയില്ല. അതാണ് പ്രശ്നം. ക്യാമ്പസിലേക്ക് പോയി അവിടുത്തെ സർട്ടിഫിക്കറ്റ് വാങ്ങി അതിന് കുഴപ്പമുണ്ട് എന്നല്ല പറയുന്നത്. പക്ഷെ അപ്പോഴേക്കും ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ അവന്റെ മലായിക്കത്തുകളുടെ സർട്ടിഫിക്കറ്റ് അവന് പോയി. അതുകൊണ്ടാണ് വിശുദ്ധമായ ആത്മാവ് എന്ന് അമ്മകനെ വിളിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഹൃദയഭാഗങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. ആർക്കെങ്കിലും ഇതിന് സാധിക്കാതെ വരുന്നുവെങ്കിൽ അവൻ നോമ്പനുഷ്ഠിക്കട്ടെ. നോമ്പ് തോറ്റുകൊണ്ടേയിരിക്കാനാ പറഞ്ഞു. തീർച്ചയായും അത് അവനെ നിയന്ത്രിതനായേക്കും. കണ്ണുകൊണ്ട് വ്യഭിചാരമുണ്ട്. ഖുർആന്റെ അല്ലാഹ് പറഞ്ഞതാണ്. കേൾവിയും കാഴ്ചയും കണ്ണും കേൾവിയും ഒക്കെ എന്ത് ചെയ്യും? അല്ലാഹുവിന്റെ മുമ്പിൽ ഉത്തരം ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരത്തിന് എങ്ങാനും ഈ മകനിടയായാൽ, അത് ക്യാമ്പസിലൊക്കെ പോയി യാഥാർത്ഥ്യമാക്കാനൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ
പിന്നീട് അവൻ എത്ര വലിയ ജോലി നേടിയവനാണെങ്കിലും എത്ര കോടികൾ സമ്പാദിച്ചവനാണ് എങ്കിലും അവന്റെ ഇടപാട് ദുനിയാവിൽ തീരും, പരലോകത്ത് അവർ ഒന്നു ചേർക്കപ്പെടുകയില്ല. അവൻ ഇവർക്കെതിരെ വരും. കാരണം പഠിപ്പിച്ചപ്പോ എന്റെ തന്ത എന്ന തള്ളാന്ന് തന്താന്ന് ഞാൻ പറയാനുള്ള കാരണം വളരെ മോശപ്പെട്ട വാക്ക് എന്ന ഹദീസിൽ പറഞ്ഞു, വളരെ മോശപ്പെട്ട പേരിൽ അവൻ അവിടെ അവരെ പരാമർശിക്കുമെന്നാണ്. എത്ര മോശമാവാം, നമ്മളൊരു അത്ര മോശമല്ലാത്തൊരു പേരാണ് തള്ളയും തന്ത. ഈ തള്ളയും ഈ തന്തയും എന്നെ കൊണ്ടുപോയി ചേർത്തത് ഈ ജൂതന്മാരും ക്രിസ്ത്യാനികളും പടച്ചുവിടുന്ന മനുഷ്യൻ കുരങ്ങിൽ നിന്നാണ് എന്നിവരെ പഠിപ്പിക്കുന്ന ക്യാമ്പസുകളിൽ. പക്ഷേ ഞാൻ പോകാൻ റെഡിയായിരുന്നു, പക്ഷേ അതിനു മുമ്പുള്ള ഒരു ഈമാൻ എനിക്ക് തന്നില്ല, അവരതിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്തില്ല. ഈ വിവരങ്ങളൊക്കെ പലപ്പോഴും ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ദിക്റും ദുആകളും ഒക്കെ എല്ലാം എറിയപ്പെടുന്ന ഒരവസ്ഥ വരും. അതുകൊണ്ട് ഈ അധ്യയന സമയത്ത് നമ്മൾ കുടുംബ ബന്ധങ്ങളെയും ആദർശ ബന്ധങ്ങളെയും ഒരു പോറലും ഏൽക്കുകയില്ല. അത് ഉമ്മ പോയി തീരുമാനിക്കുന്ന വിവാഹം തന്നെയാണ്. ഉമ്മ കണ്ടു വേണമെന്ന് വെച്ചാൽ അത് നടന്നു, വേണ്ടെന്ന് വെച്ചാലില്ല. ഇത് തന്നെയാണ് എൻ്റെ മക്കളുടെയൊക്കെ കാര്യത്തിൽ നടക്കുക എന്ന് ഉറപ്പുവരുത്തുവാൻ സാധിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതിന്റെ അന്വേഷണങ്ങൾ ആ രീതിയിൽ തന്നെ തുടങ്ങി അവനെ എത്തിക്കേണ്ടിടത്ത്, അവനെയും അവളെയും ഒക്കെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. ഈ അധ്യയന വർഷം ആരംഭിക്കുന്ന ഈ സമയത്ത് അതീവ ഗൗരവത്തോടു കൂടി കാര്യങ്ങളെ കാണാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും.